ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്ട്രോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിസ്ട്രോ കേക്ക് എന്ന് വെച്ചാൽ പിസ്തയും സ്ട്രോബെറിയും ആ രണ്ട് ഫ്ലേവറിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം അധികം വാൻസ്ട്രോ അങ്ങനെയൊക്കെയല്ല. അപ്പോൾ അതുപോലെ ഇതിന് ഞാൻ ജസ്റ്റ് പിസ്ട്രോ എന്ന് പേരിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി അരക്കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് ഒന്നിക്ക് 2-3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ടാകുമ്പോൾ നമ്മളത് സ്പാച്ചുല അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. പൊടികളൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് ഫുള്ള് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ക്ലീൻ ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളെടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ടാകണം. അപ്പോൾ ഇതൊരു 1/2 kg കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിന് ഞാനിത് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം 2 ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് 2 ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ 2 തവണ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ടിന്നിൻ്റെ അതിൽ നന്നായിട്ട് ഒന്ന് ഓയിലുണ്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ടാകുമ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തുടങ്ങാം. പിന്നെ പതുക്കെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ മുട്ടയിട്ടിട്ട് കുറച്ച് നേരം അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അത് മുഴുവനും ഒന്നിച്ചിടാണ്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതെ വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ ആയാലും മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അല്ല, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്. പിന്നെ ഞാനിത് ഓവനിലല്ല ഗ്യാസ് സ്റ്റൗവിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിൻ്റെ അകത്തൊരു ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു മൂടിയും കൂടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടിന്നായതുകൊണ്ടാണ് മുകളിൽ മൂടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതടച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം, ആ ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച മുട്ടയിലോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതിയെ മിക്സ് ചെയ്തെടുക്കണം, ഓവർ മിക്സ് ആക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും ഒരുമിച്ച് തന്നെ ചേർക്കണ്ട. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. സൈഡിലൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 2 ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു, രണ്ടും ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നല്ലൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരേ അളവുള്ള ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എനിക്കത് കറക്റ്റായിട്ട് മിക്സ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് ആ പഴയ മിക്സ് ചെയ്ത ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഗ്ലാസ്സിലുള്ളത്. അപ്പോൾ കുറച്ച് വീതിയൊക്കെയുള്ള ബൗൾസ് ആണെങ്കിൽ ഇങ്ങനെ വീണ്ടും 2 പണിയാക്കേണ്ട ആവശ്യമില്ല, അതിന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യം പിസ്തേൻ്റെ ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം പിസ്ത ഇലാച്ചി മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു 3-4 ഡ്രോപ്സ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി എപ്പോഴും നമ്മൾ ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടിന്നിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു പാത്രത്തിലോട്ട് വെക്കുക. എന്നിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് വെക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആകുമ്പോൾ ഞാൻ തുറന്ന് നോക്കിനി. അപ്പോൾ ശരിയായിട്ടില്ല, മുകളിൽ അത്രയൊക്കെ റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ നമ്മുടെ സ്ട്രോബെറീൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതുപോലെ സ്ട്രോബെറീൻ്റെ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. അപ്പോൾ പിസ്തേൻ്റെ ഒരു സ്പഞ്ച് വേവാൻ വേണ്ടിയിട്ടൊരു 25-30 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഈ സ്ട്രോബെറിയുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് ഒരു പൊന്തി വന്നാൽ ജസ്റ്റ് ഒന്ന് താണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഓവനിലാണ് ബേക്ക് ചെയ്തത്. സെയിം ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ലാസ്റ്റ് വിനാഗിരി ഒഴിച്ചിട്ടാകുമ്പോൾ ഓവനിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തു. അത് ഒരു 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ബേക്ക് ആക്കിയിട്ടിന്. ഗ്യാസ് സ്റ്റവിൽ 30 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സ്ട്രോബെറീൻ്റെ സ്പഞ്ച് അത്രയ്ക്കങ്ങ് പൊന്തി വന്നിട്ടില്ല. അപ്പോൾ അത് 2 ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെക്കുക, നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഒന്ന് 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ലൈനിട്ട ശേഷം പിന്നെ അകത്തേക്ക് കത്തി കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതുപോലെ രണ്ടും ഞാൻ 2 ലെയറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്പഞ്ച് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ലൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊണ്ട് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം 1/2 കപ്പിൽ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫിയോണൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ എന്താ നല്ലപോലെ സ്റ്റിഫാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. ഇനി ഇതിനെ 2 ആക്കിയിട്ട് ഒന്നിൽ നമ്മുടെ പിസ്തേൻ്റെ എസൻസും അതുപോലെ ഒന്നിൽ സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അകത്തെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ ഒരു സ്ട്രോബെറി എസൻസിൻ്റെ കൂടെ വേണമെങ്കിൽ പിങ്ക് കളറും കൂടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ കളർ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു എസൻസ് മാത്രമേ, ഈ ഒരു മിക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ജസ്റ്റ് അത് ക്രീമിൻ്റെ ഒരു സ്ട്രോബെറീൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ഇതുവരെ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6-7 ഒരു ഡ്രോപ്സ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടോ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ക്രീമും ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ 4 ഇതുപോലെ ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 2 പീസും ഞാൻ ഏതാ അടിയിൽ വരിക അല്ല മുകളിൽ വരിക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് 2 ഭാഗത്തും വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പിസ്തേൻ്റെ ബേസ് വെക്കാം. എന്നിട്ടത് അതിൽ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കാം. പിന്നെ നമ്മൾ ഒരു പിസ്ത ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒന്നുകിൽ ഈ പിസ്തേൻ്റെ ക്രഷോ സ്ട്രോബെറി ക്രഷ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗനാഷിൽ ഈ ഒരു ഫ്ലേവർ ചേർത്തിട്ട് അതും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്ട്രോബെറീൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നിട്ട് സ്ട്രോബെറീൻ്റെ ക്രീം വെക്കുക. അതിനത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ സ്ട്രോബെറീൻ്റെ കേക്കും കൂടി വെച്ച് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യം സ്ട്രോബെറി ക്രീം മുകളിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കളർ ക്രീമും വെച്ചിട്ട് തന്നെയാണ് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ള് ക്രീം വെച്ചിട്ട് ആദ്യം പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മളൊരു കാർഡ് എടുത്തിട്ടുണ്ട്. അത് ആശുപത്രിയിലെ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഞാനതിന് ബോർഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അധികം ബോർഡ് അങ്ങനെ വല്ലാണ്ട് കച്ചറയായി കിട്ടില്ല. ഞാൻ മോൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കണം. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡിലുള്ളതൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ച് ഒന്ന് തടച്ചെടുക്കാം. എന്നിട്ടാകുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ടൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കാം. ടൈമുള്ള മാക്സിമം അരമണിക്കൂറെങ്കിലും വെക്കുക. ഞാൻ
ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വൈറ്റ് ക്രീം തന്നെയാണ് കൊടുക്കുന്നത്, കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൈറ്റ് ക്രീം വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കാർഡ് വെച്ചിട്ട് അതൊന്ന് ലെവലാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല ഷേപ്പാക്കി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഗനാഷ് വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് മുകളിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടും കുഴപ്പമില്ല. ഇനി ആ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം, എന്നിട്ടൊരു 3-4 മണിക്കൂർ തണുപ്പിക്കാം. ഇനി നമുക്ക് ഗനാഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂണിനടുത്ത് ബട്ടറും കൂടി ചേർക്കാം. ഇനി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് അതിനെ മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്ട്രോബെറിൻ്റെ ഫ്ലേവറും അതുപോലെ പിസ്തേൻ്റെ ഫ്ലേവറും കൂടി ചേർത്തിട്ട് ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ തണുത്തിരിക്കുന്ന ആ ഒരു കേക്കിൻ്റെ മുകളിലോട്ട് ചെറിയ ചൂടേ പറ്റുള്ളൂ, വല്ലാണ്ട് ചൂടിൽ ഒഴിച്ചാൽ ക്രീം അങ്ങ് മെൽട്ടായിപ്പം. അപ്പോൾ നമുക്ക് ഈ ഗനാഷ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാം, മാർബിൾ എഫക്റ്റോ അങ്ങനെ എന്താണ്ട് പറയുന്നു, എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ബാക്കി പുറത്തേക്ക് വന്നതിനൊക്കെ ഒന്ന് വടിച്ചെടുക്കാം. എന്നിട്ട് ആകാത്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കാം. എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് മൊത്തമായിട്ട് ആ ഒരു ഗനാഷിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ചൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ബോർഡർ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ അകത്ത് വെച്ച ക്രീമിൻ്റെ ബാക്കി ഉണ്ടേനും അപ്പോൾ 2 മിക്സ് ആക്കിയിട്ടുള്ള ക്രീം വെച്ച് ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുക്കാം, നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ജസ്റ്റ് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളെ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഗനാഷിൻ്റെ ഇതും എല്ലാം കൂടി അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.